നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകുന്ന സമയത്ത് നമ്മൾ ന്യൂസിലാൻഡിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വണ്ടി കൂടി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ആ വണ്ടി കയറ്റി അയച്ച ആ ഒരു പ്രോസസ്സും, അതായത് ഒത്തിരി ആളുകൾ ഇപ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡോളർ നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വണ്ടി കൊണ്ടുവരാനായിട്ട് ചിലവാകും, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ന്യൂസിലാൻഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തു നിന്നോ ഓസ്ട്രേലിയയിലേക്ക് വണ്ടി കൊണ്ടുവരുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടും അന്വേഷിച്ചിട്ടും അത് നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ വർത്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം കൊണ്ടുവരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ്ങും ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് വരുന്ന ഏകദേശം ഒരു റഫ് എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് എത്ര ഡോളർ വരുമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിക്ക് മുന്നായിട്ട് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സും വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സും നല്ല ഡിഫിക്കൽറ്റിയും അത്യാവശ്യം സ്ട്രെസ്സും ഉണ്ടാക്കുന്നൊരു പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരുന്നതിന് മുമ്പ് ഓസ്ട്രേലിയയിൽ ആ വണ്ടിയുടെ പ്രൈസും നിങ്ങൾക്ക് ആ ന്യൂസിലാൻഡിൽ ആ വണ്ടി കൊടുത്താൽ കിട്ടുന്ന പ്രൈസും ഒക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വലിയൊരു മാർജിൻ ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ വരുന്നത് അവിടെ തന്നെ അത് വിറ്റിട്ട് ആ കാശ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വണ്ടി വാങ്ങിക്കുന്നതാണ് ഇത്തിരി ഈസി പ്രോസസ്സ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിന്നോ മറ്റേത് രാജ്യത്തു നിന്നോ ഓസ്ട്രേലിയക്ക് വണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെഹിക്കിൾ ഇമ്പോർട്ട് അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ്. VIA എന്നാണ് പറയുന്നത്, വെഹിക്കിൾ ഇമ്പോർട്ട് അപ്രൂവൽ. അപ്പോൾ ആ വെഹിക്കിൾ ഇമ്പോർട്ട് അപ്രൂവൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു ഓൺലൈൻ സിസ്റ്റം വഴിയായിട്ടാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ട്, റീജിയണൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്, ഓസ്ട്രേലിയൻ ഗവൺമെൻറ്, അവരാണ് ഈ ഒരു അപ്രൂവൽ സിസ്റ്റം എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് റോവർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്, ROVER, റോവർ. അപ്പോൾ ആ ഒരു റോവറിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും അവർ ചോദിക്കുന്നൊരു കാര്യം ഓസ്ട്രേലിയൻ ID ആണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വിദേശ ID വെച്ചിട്ട് നിങ്ങൾ ഏത് രാജ്യത്താണോ, ഇപ്പോൾ ന്യൂസിലാൻഡിലാണെങ്കിൽ അവിടുത്തെ ലൈസൻസും പാസ്പോർട്ടും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ വണ്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ലൈസൻസ്, അതായത് ഇപ്പോൾ ഞാൻ ക്വീൻസ്ലാൻഡിലേക്കാണ് കൊണ്ടുവന്നത്, ആ ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റിലെ അഡ്രസ്സും ലൈസൻസും ഒക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് പ്രോസസ്സ് നടക്കുകയുള്ളൂ. കാരണം കസ്റ്റമർ റെഫറൻസ് നമ്പർ എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് വേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അല്പം തലവേദന പിടിച്ച പരിപാടിയാണ്. ഞാൻ നല്ല സ്ട്രെസ് അടിച്ചിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ്, ഒരു 5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വണ്ടി കിട്ടിയത്. അത് യൂഷ്വൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2 to 3 months ആണ് വണ്ടി ഇവിടെ എത്താനായിട്ട്. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ റോവർ. അപ്പോൾ ഈ റോവറിൽ പോയിട്ട് നിങ്ങൾ വെഹിക്കിൾ ഇമ്പോർട്ട് അപ്രൂവൽ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് $25 ഫീ കൊടുത്തിട്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു, എന്തിനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തപ്പോൾ എനിക്കൊരു നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ്റിലൊക്കെ ഉള്ള നമ്മൾ എന്തെങ്കിലും വില്ലേജ് ഓഫീസിലൊക്കെ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പോലത്തെ ഫീലാണ് എനിക്കുണ്ടായത്. അത് വേറൊന്നുമല്ല, ഇവിടെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇവർ ഡോക്യുമെൻറ്റ്സും പ്രൂഫും എല്ലാം ചോദിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമ്മൾ 1 വർഷമെങ്കിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ്, നമ്മുടെ ഓണർഷിപ്പിന് തെളിവ്, വണ്ടി നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് തെളിവ്, വാങ്ങിച്ചപ്പോൾ ഉള്ള സെയിൽ ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ നമ്മൾ ഓസ്ട്രേലിയക്ക് പെർമനൻ്റ് ആയിട്ടാണ് വരുന്നതെന്ന് തെളിയിക്കുന്ന കുറേ രേഖകളും കാണിക്കണം. അപ്പോൾ അതിനായിട്ട് അവർ ചോദിക്കുന്നത് നമ്മൾ ജോബ് റിസൈൻ ചെയ്ത ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നമുക്ക് ജോബ് ഓഫർ ലെറ്റർ കിട്ടിയ ഡീറ്റെയിൽസ്, ഇവിടുത്തെ റെൻ്റൽ എഗ്രിമെൻറ്റ്, അങ്ങനെ എന്ന് വേണ്ട. റെൻ്റൽ എഗ്രിമെൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഓസ്ട്രേലിയയിൽ ജോലി കിട്ടിയ ഒരു ഡോക്യുമെൻറ്റും നമ്മുടെ ന്യൂസിലാൻഡിൽ ജോബ് റിസൈൻ ചെയ്ത ഡോക്യുമെൻറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫില്ലാവുന്നതും. വൺസ് ഒരു $25 അടച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫില്ലായി കഴിയുമ്പോൾ ഒരു 1 to 2 വീക്കിനുള്ളിൽ, എനിക്കൊക്കെ ഒരു 5 ഡേയ്സിനുള്ളിൽ കിട്ടി. എനിക്ക് തോന്നുന്നു 30 ഡേയ്സാണ്, ഒരു 30 ബിസിനസ് ഡേയ്സാണ് ടൈം പറയുന്നതെങ്കിലും ആവറേജ് ഒരു 1 to 2 വീക്സിനുള്ളിൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മോഡേൺ വണ്ടിയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവർ അപ്രൂവ് ചെയ്യും. ഒരുമാതിരിപ്പെട്ട വണ്ടികളെല്ലാം അവർ അപ്രൂവ് ചെയ്യും. അങ്ങനെ അത്രയും വർത്തായിട്ടുള്ള വണ്ടികളാണ് നമ്മൾ കൊണ്ടുവരികയും ചെയ്യുന്നുള്ളല്ലോ.
അപ്പോൾ വൺസ് നമ്മൾ ഈ ഒരു റോവർ എന്ന് പറയുന്ന സൈറ്റിൽ കയറി അപ്രൂവൽ എടുത്ത ശേഷം, അതായത് വെഹിക്കിൾ ഇമ്പോർട്ട് ലൈസൻസ് അല്ലെങ്കിൽ വെഹിക്കിൾ ഇമ്പോർട്ട് അപ്രൂവൽ കിട്ടിയ ശേഷം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഏജൻറ്റിനെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു. എന്തിന്? ആ ഒരു കാറ് നമ്മൾ ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഷിപ്പിംഗ് കമ്പനിയാണ് ഏറ്റവും ഐഡിയൽ, ഏറ്റവും ചീപ്പായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തത് ഓട്ടോ ഹബ് എന്ന് പറയുന്നത്. ഞാൻ 3 സ്ഥലത്ത് നിന്ന് കോട്ട് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ പല സ്ഥലത്തും കോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഓട്ടോ ഹബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇവരത്തെ ഒരു നമ്പർ 1 പോയിന്റ് ഓഫ് കോൺടാക്ട്. അതിപ്പോൾ നമ്മൾ വേറെ കമ്പനിയുടെ എടുത്താലും അവരൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നത് ഓട്ടോ ഹബ് വഴിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഓട്ടോ ഹബിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓട്ടോ ഹബ് ചാർജ് ചെയ്യുന്നത് 2500 to 3000 ഓസ്ട്രേലിയൻ ഡോളറാണ്. അത് ഡയറക്റ്റ് ന്യൂസിലാൻഡ് ടു ഓസ്ട്രേലിയ. ഇപ്പോൾ മെൽബൺ, ഏത് പോർട്ടിലേക്കാണെങ്കിലും മെൽബൺ, സിഡ്നി, ബ്രിസ്ബൻ, അങ്ങനെയൊക്കെ ഏത് പോർട്ടിലേക്കാണെങ്കിലും അവർ ചാർജ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ഇവരുടെ തന്നെ വേറൊരു ഇതുകൊണ്ട് ജപ്പാൻ വഴി വിടുന്ന ഒരു ഷിപ്പിംഗ് കൂടിയുണ്ട്. അതിൻ്റെ അകത്താണെങ്കിൽ 1000-1500 ഡോളറിൻ്റെ പ്രൈസേ വരുന്നുള്ളൂ. പക്ഷേ എക്സ്റ്റെൻഡഡ് ടൈം ഫോർ ഡെലിവറിയാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഡയറക്റ്റ് ഓസ്ട്രേലിയ ഷിപ്പിംഗ് ആണ്, അതായത് ന്യൂസിലാൻഡ് ടു ബ്രിസ്ബൻ ഷിപ്പിംഗ് ആണ്. അപ്പോൾ അതിനെനിക്ക് 2500 ഡോളറാണ് ബേസിക് ഷിപ്പിംഗ് കോസ്റ്റ് വന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ വേണമെങ്കിൽ ഇൻഷുറൻസും അങ്ങനെ കുറേ ആഡ് ഓൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ടോട്ടൽ ലോസ് ഇൻഷുറൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഇവിടുന്ന് കയറ്റി വിട്ട് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടോട്ടൽ ഡാമേജ്, അതായത് ഷിപ്പ് മുങ്ങിപ്പോകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കവറേജ് ഉണ്ട്. അതുകൂടാതെ ചെറിയ മൈനർ ഡാമേജുകൾ, ഇപ്പോൾ വണ്ടി എന്തെങ്കിലും ഡാമേജ് പറ്റി അതിന് നിങ്ങൾക്ക് കവർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് 2500 to 3000 ഡോളർ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളർ വരും. അത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കിവിടെ 2 മെയിൻ ടാക്സ് ആണ്. ഒന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി 5% വരും, നമ്മുടെ കാറിൻ്റെ 5%. ഇപ്പോൾ അവർ കാറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റഫ്ലി ഒരു ആക്ച്വൽ വാല്യൂ ഓഫ് കാറിൻ്റെ ഒരു 70% വാല്യൂ ആണ്. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് വരാൻ നേരത്തെ എൻ്റെ കാറിൻ്റെ ഒരു വാല്യൂവേഷൻ എടുത്തപ്പോൾ ഏകദേശം ഒരു 45,000 to 50,000 ഡോളറൊക്കെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. പക്ഷേ ഇവിടെ അവർ GST ഇമ്പോർട്ട് ഡ്യൂട്ടി ചാർജ് ചെയ്തത് 30,000 ഡോളറിൻ്റെ വാല്യൂ ഇട്ടിട്ടാണ്. ടോട്ടൽ എനിക്ക് വന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത് 8,000 to 9,000 ഡോളറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10% നമുക്ക് GST ഉണ്ട്. ഈ 5% ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടാതെ 10% GST ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഒരു 15% നമുക്കിവിടെ 2 ടാക്സ്, ഇമ്പോർട്ട് ഡ്യൂട്ടിയും GST ടാക്സുമായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും കാറിൻ്റെ. അപ്പോൾ മൊത്തം അത് കൂടാണ്ട് ഇവിടെ ഒട്ടുമിക്ക കേസുകളിലും ഒരു കാർ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് $500 റിപ്പ് ഓഫ് ചെയ്യും നമ്മളെ. അപ്പോൾ നമുക്ക് മൊത്തം വരുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത്, വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 8,000 to 9,000 ഓസ്ട്രേലിയൻ ഡോളർ വരും. അത് കഴിഞ്ഞ് കാറ് ഇവിടെ നമുക്കല്ലാതെ ഈ ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് വൈസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനും നല്ല പൈസയാണ് ഗൈസ്. ന്യൂസിലാൻഡിലെ പോലെയല്ല. നമുക്ക് അതിന് എഗെയിൻ നമുക്ക് വീണ്ടും ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഈ കാർ കൊണ്ടുവരുമ്പോൾ ടാക്സ് അടയ്ക്കും. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ആണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട്, കംപ്ലയൻസ് എടുക്കാനായിട്ട് ഒബിയസ്ലി വേറൊരു തേർഡ് പാർട്ടിയെ വീണ്ടും നമ്മൾ കോൺടാക്ട് ചെയ്യണം. കാരണം നമുക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡൊമിനിക് മൊനാസിയ എന്ന് പറയുന്ന വേറൊരു കമ്പനി നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു. അവിടെയും നമുക്കൊരു 10,500 ഡോളർ ആയി. അപ്പോൾ മൊത്തം ടോട്ടൽ കാർ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 13,000 ഡോളറോളം നമുക്ക് ഏകദേശം ചിലവായി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തുക. ഞാനവിടെ കാറ് വിൽക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. എൻ്റെ കാറിന് ഒബിയസ്ലി മേഴ്സിഡസ് ആയതുകൊണ്ട് റീസെയിൽ വാല്യൂ വളരെ കുറവായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളുമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അത്രയും നഷ്ടത്തിന് വിൽക്കാതിരിക്കാനായിട്ടാണ്. പിന്നെ എനിക്ക് ആ കാർ നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ല കാറാണ്, നല്ല സേഫ്റ്റി ഫീച്ചേഴ്സുള്ള കാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. കാരണം ഇവിടെ ഓസ്ട്രേലിയയിൽ ജനറലി നോക്കുമ്പോൾ കാറിന് വില കൂടുതലുണ്ട്. നിങ്ങൾക്ക് കാറ് നിങ്ങൾ ഇവിടുത്തെ പോപ്പുലർ സൈറ്റിലൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റഫ് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ല പുതിയ കാറൊക്കെ ആണെന്നുണ്ട് എങ്കിൽ നിങ്ങൾ നഷ്ടത്തിന് വിൽക്കുന്നേക്കാൾ നല്ലത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. പിന്നെ ന്യൂസിലാൻഡിൽ നിന്ന് പോരുമ്പോൾ നമുക്ക് വേറെ വലിയൊരു ചടങ്ങൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ റീജിയണൽ ഏരിയകളിലാണ് താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓക്ലൻഡിലേക്ക് മോസ്റ്റ് ലൈക്ലി ഷിപ്പ് ചെയ്യേണ്ടി വരും. അതിനൊരു 500-600 ഡോളർ എക്സ്ട്രാ വീണ്ടും നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ നമ്മൾ ഒബിയസ്ലി നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി, അത് വക്ക കോട്ടാഹി, അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ കാറ് നമ്മൾ ഡീരജിസ്റ്റർ ചെയ്യണം. അതായത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് അഴിച്ചു വെച്ച് നമ്മൾ പ്ലേറ്റ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോകണം.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് ഓൾറെഡി ഡിപ്പാർട്ട് ആയെങ്കിൽ നമ്മുടെ കാറ് നമ്മുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും പേരിലേക്ക് മാറ്റിയിട്ട് അവർക്ക് ഈ നമ്പർ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഡീരജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ എഗെയിൻ പറയാനുള്ള കാര്യം, നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് അത്രയും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക. ഞാൻ പേഴ്സണലി കൊണ്ടുവരാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ അത്രയും എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ന്യൂസിലാൻഡിൽ നിന്ന് വണ്ടി ഓസ്ട്രേലിയയിലേക്ക് കയറ്റി അയക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ടൊരു തീരുമാനം എടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ദിസ് ഈസ് ജെറിൻ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.